വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകുവശത്തുള്ള വലിയ തോതിൽ മരങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയ സ്ഥലത്താണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനം. 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന 4ാമത്തെ സോണാണിത്. കാരണം ഇവിടെയാണ് ഏറ്റവും ദുഷ്കരമായ തെരച്ചിൽ ദൗത്യം നടക്കുന്നത്. ഹിറ്റാച്ചി വന്നതോടുകൂടിയാണ് ഇപ്പോൾ കാര്യമായൊരു തെരച്ചിൽ നടക്കുന്നത്. ആ മേഖലയിലൊന്നും ഇതുവരെയും ഹിറ്റാച്ചി എത്തിയിരുന്നില്ല. ഇന്ന് രാവിലെ സൈന്യമാണ് ഈ മേഖലയിലേക്ക് ഹിറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചത്. രാവിലെ ഒരു 7 മണി മുതൽ ആരംഭിച്ചിരിക്കുന്ന തെരച്ചിൽ ഇതുവരെയും ഒരു മൃതദേഹ അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താനായിട്ടില്ല. വാഹനങ്ങളടക്കം മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്നുണ്ട്. വാഹനങ്ങൾ ഉയർത്താനൊക്കെയായി നടക്കുന്ന ശ്രമങ്ങൾ മണിക്കൂറുകളായിട്ടും ഫലം കാണുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം. കാരണം അത്രയ്ക്ക് ചെളിയിൽ പുതഞ്ഞു പോയിരിക്കുന്നു, ചെളിയിൽ അമർന്നു പോയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഹിറ്റാച്ചി ഉപയോഗിച്ച് മരങ്ങളും മറ്റ് ചെളിയുമെല്ലാം നീക്കുകയാണ്. അവിടെ ഈ തെരച്ചിൽ ഫലം കാണുമെന്ന പ്രതീക്ഷയാണുള്ളത്. 1-ാം ദിവസം 27 മൃതദേഹങ്ങളും 2-ാം ദിവസമായി ഇന്നലെ മൊത്തം 7 മൃതദേഹങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ലഭിച്ച സ്ഥലമാണിത്. വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകുവശം പുന്നപ്പുഴയുടെ ഒരു ഒഴുക്കിൻ്റെ ഇടതുഭാഗത്ത് വരുന്ന, അതായത് ചൂരൽമല ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇടതുഭാഗത്തായി കാണുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്കാണ് പുഞ്ചിരിമട്ടവും ഒപ്പം തന്നെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളുള്ളത്. എന്തായാലും ഈ ഏറ്റവും വലിയ സംഹാരരൂപിയായി അടിഞ്ഞുകൂടിയ ഒരു സ്ഥലം, വന്നു പതിച്ച സ്ഥലമാണിത്. അതാണ് ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ മറ്റും ലഭിക്കാൻ കാരണം. എന്തായാലും കടാവർന്നായ മറ്റ് സന്നാഹങ്ങളടക്കം എല്ലാ കാര്യങ്ങളുമായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. മഴ ഈ ചെറിയ തോതിൽ ഇവിടെ കനക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു പ്രശ്നം. ഇപ്പോൾ ഹിറ്റാച്ചിയും JCB ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്.